വിശുദ്ധ മറിയം ത്രേസ്യയുടെ കഥകൾ കേട്ടു വളർന്ന പെൺകുട്ടി. ജീവിതം അവളെ എത്തിച്ചത് അമ്മയുടെ സ്വന്തം നാടായ പുത്തൻചിറയിൽ. അമ്മ പഠിച്ച സ്കൂളിൽ പഠിച്ച്, അമ്മ നടന്ന വഴികളിലൂടെ നടന്ന്, അവസാനം അമ്മ ജനിച്ചു വളർന്ന പുത്തൻചിറയിലെ വീടിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരിയായി. അമ്മയെ വിശുദ്ധയാക്കണമേ എന്ന് മുട്ടുകുത്തി അന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ആ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഡെയ്സി മാത്യുവിന്റെ ആത്മസ്പർശിയായ ഓർമ്മകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡെയ്സി മാത്യു. ഹസ്ബൻഡിൻ്റെ പേര് മാത്യു ജോസഫ്. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ ഇടവക പാലക്കാട് രൂപതയുടെ സെൻറ് മേരീസ് ചർച്ച് മൈലമ്പുള്ളി. എൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ ഞാറക്കോട് എന്നുള്ള പ്രദേശത്ത് നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരം താണ്ടി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു ആദ്യമായിട്ട് ഡിപ്ലോമ ക്ലാസ്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പള്ളിയിൽ ഡിപ്ലോമ ക്ലാസ് ആരംഭിച്ചത്. അപ്പൊ അന്നത്തെ 1-ാം ക്ലാസ് മുതൽ ഡിപ്ലോമ ക്ലാസ് വരെ ഞങ്ങൾ ഈ 4-5 കിലോമീറ്റർ എല്ലാവരും കൂടെ നടന്ന്, കൂട്ടുകാരും മൊത്തം നടന്ന് സംസാരിച്ച് നല്ലൊരു യാത്രകളായിരുന്നു അന്നത്തെ. ഇന്നൊന്നും അങ്ങനെയുള്ള ഒരു യാത്രകളില്ല. എല്ലാവരും വണ്ടിയിൽ പോകുന്നു, വണ്ടിയിൽ തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന്റെ മഠമാണ്. അപ്പൊ അന്ന് അവിടെ മദറായിരുന്ന സിസ്റ്റർ ലൂസി അരീക്കാട്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു ദിവസം എൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, നിന്നെ ഞാൻ പുത്തൻചിറയെ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വേദപാഠത്തിനൊക്കെ നന്നായി പഠിക്കുന്ന ഒച്ചല്ലേ, അപ്പം നീ ഇനി സദനത്തിൽ പഠിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പം അവരും അപ്പം നിനക്ക് പോകാൻ സമ്മതമാണെങ്കിൽ എന്നാ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1985 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഇവിടെ നിന്നും കുഴുക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യമായിട്ട് ചേർന്നു. അപ്പൊ അവിടെ സദനത്തിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് നമ്മുടെ ആ ചെറിയ 10 വയസ്സിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ നല്ലൊരു അനുഭൂതിയുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് അവിടെ പഠിച്ച ആ ഒരു പേഴ്സണാലിറ്റി എന്നിൽ രൂപം കൊണ്ടത് അവിടെ നിന്നാണ്. കാരണം സദനം എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി താമസിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ സദനം എന്ന് പറഞ്ഞാൽ വീടാണല്ലോ. അപ്പൊ ഞങ്ങളുടെ വീടായിരുന്നു അത്, ചെറുപ്പം മുതലേ അത്. അപ്പോ ആ സദനത്തിന്റെ ഡയറക്ടർ ആയിരുന്നത് ഫാദർ ജോൺ മാളിയേക്കൽ അച്ഛനായിരുന്നു. ആ അച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഒരു അപ്പനെ പോലെ ആയിരുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും അവിടെ താമസിക്കുന്ന എല്ലാവരും രാവിലെ കുർബാനയ്ക്ക് പോകണം. കുർബാന കഴിഞ്ഞ് ഞങ്ങളൊരു 8:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡിയാവും. അങ്ങനെ ഞങ്ങൾ പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടെ ഞങ്ങൾ നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാടിനോടും ചെടികളോടും കിളികളോടും എല്ലാം വർത്തമാനം പറഞ്ഞ് ഞങ്ങളൊരു യാത്രയുണ്ട് കുഴിക്കാട്ടുശ്ശേരിക്ക്. അവിടെ എത്തുമ്പോൾ തന്നെ നല്ല ദൂരം ഉണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾ അന്ന് അറിഞ്ഞില്ല. അവിടെ എത്തി ഞങ്ങൾ നേരെ സ്കൂളിൽ കയറുന്നതിന് മുന്നേ മദർ മറിയം ത്രേസ്യയുടെ കബറിടത്തെങ്കിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് ആ പള്ളിയിൽ ഇരുന്ന് മൗനമായി വീണ്ടും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷമാണ് ഞങ്ങൾ ആ സ്കൂളിലേക്ക് കയറുക. അപ്പൊ ഞാൻ അവിടെ ചെന്ന ശേഷമാണ് മദർ മറിയം ത്രേസ്യയെ കുറിച്ച് കേൾക്കുന്നത്. ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് രാത്രി കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തരും. ആ സമയത്താണ് മദർ മറിയം ത്രേസ്യയുടെ കാര്യങ്ങൾ ഞാൻ ആദ്യമായി അറിയുന്നത്. അന്ന് എൻ്റെ ചെറിയൊരു കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് ഇതെല്ലാം നന്നായി ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചു. കാരണം വസൂരി എന്ന ഒരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായപ്പോൾ അമ്മ ആരെയും ശ്രദ്ധിക്കാതെ ആ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുകയും അവരെല്ലാം ശുശ്രൂഷിച്ച കഥകള് അതെല്ലാം അങ്ങ് കേട്ടു കഴിഞ്ഞപ്പം അമ്മയോടുള്ള സ്നേഹത്തിന് ഒത്തിരി ആഴം കൂടി. പിന്നെ അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീകളൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അമ്മ നല്ല അവിടെ ഒരു വിദ്യാഭ്യാസത്തിന് അടിത്തറയിടുകയും പിന്നെ അമ്മ എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടുകയും
അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരു അമ്മയാണ്. അപ്പൊ അങ്ങനെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ ഞാനും വളരുവാനും അവിടുത്തെ അമ്മയുടെ ഇടവകയിൽ പുത്തഞ്ചിറ ഇടവകയിൽ പോയിട്ട് കാറ്റീസം പഠിക്കുവാനും അമ്മ നടന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനും അമ്മ വളർന്ന് ഒരു കന്യാസ്ത്രീയായ ആ പുത്തഞ്ചിറ മഠത്തിൽ പോയി അവരെല്ലാം കാണുവാനും അമ്മയുടെ എല്ലാ കാര്യങ്ങളും പുത്തഞ്ചിറ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കാറ്റീസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അങ്ങനെ ഒരു കാലഘട്ടം നമ്മളിൽ ഉണ്ടായത് നമ്മൾ അറിയാതെ തന്നെ ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ അന്ന് അവിടെ ആയിരിക്കുമ്പോൾ അമ്മ വാഴ്ത്തപ്പെട്ടവളാകാൻ വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആ 5 രഹസ്യവും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ജപമാല തീരുന്നത് വരെയും ഞങ്ങൾ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വിശുദ്ധയാവണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾ ഇന്ന് ചെല്ലുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മ വിശുദ്ധയായപ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട്. കാരണം അന്ന് 10, 11, 12, 13 വയസ്സുള്ള എൻ്റെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് 10-30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അതിൽ കൃതാർത്ഥയായിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. എനിക്ക് ആ അനുഗ്രഹം അമ്മ തന്നതായിട്ട് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയുമായിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത്, ഞങ്ങൾ താമസിക്കുന്ന സദനത്തിന്റെ പുറകിലാണ് അമ്മ ജനിച്ചു വളർന്ന വീട്. അപ്പം ഈ ഫാദർ ജോൺ മാളിയേക്കൽ അച്ഛൻ ഞങ്ങളെ കുറച്ചുപേരെ, ഒരു 4-5 പേരെ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ചാവി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറയും, നിങ്ങൾ അമ്മയുടെ വീട് ക്ലീൻ ആക്കിയിട്ട് വരണമെന്ന്. അപ്പൊ ആദ്യമായി ഞങ്ങൾ ക്ലീൻ ആക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതുപോലെ, അപ്പൊ ഞങ്ങളുടെ സീനിയർ ഉണ്ടായിരുന്നു, ആ സീനിയർ ഞങ്ങളെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നീട് ഞങ്ങൾക്ക് അതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പറയും, അമ്മയുടെ വീട് അടിച്ചു വാരി തുടയ്ക്കാൻ പോകണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ അത് വിളിക്കുന്നതും കാത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അത് ശനിയാഴ്ചകളിലാണ് ഞങ്ങൾ വിട്ടോണ്ടിരുന്നത്. പിന്നീട് ആ ചാവിയുടെ പൂർണ്ണ നിയന്ത്രണം അച്ഛൻ എൻ്റെ തന്നു. അപ്പൊ അച്ഛന്റെ റൂമിൽ കയറി ആ ചാവി എടുക്കുകയും തിരിച്ചെല്ലാം കഴിഞ്ഞ് അവിടെ കൊണ്ടുവെക്കുകയും വേണം. ആ ഉത്തരവാദിത്വം ചെറുപ്പത്തിലെ മുതൽ അവിടെ നിന്ന കാലഘട്ടത്തിൽ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എൻ്റെ കൂടെ ഒരു 4 പേര് കൂട്ടത്തിൽ വരും. ഞങ്ങൾ ചെന്ന് ആ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി, അമ്മയുടെ വീട് അന്ന് നല്ലൊരു കൊച്ചു ഭവനമാണ്, ഒരു 2 മുറിയും ഒരു പ്രാർത്ഥനാ ഹാളും അത്രേ ഉള്ളൂ. ഞങ്ങൾ അവിടെ കയറി, അവിടെ എല്ലാം നല്ലൊരു ചൂലുണ്ടാവും, ആ ചൂലെടുത്ത് ഞങ്ങൾ അവിടെ എല്ലാം അടിച്ചു വാരി തുടയ്ക്കും. ഞങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾ അന്ന് അത് ചെയ്ത് എല്ലാം ശേഷം ഞങ്ങൾ തിരിച്ച് മുറ്റത്ത് വന്ന്, നല്ല മണൽത്തരികൾ നിറഞ്ഞ നല്ലൊരു മുറ്റമാണ്, ആര് കണ്ടാലും ആ മുറ്റം ഒന്ന് നോക്കിപ്പോകും. എന്നിട്ട് അതിൽ പ്രത്യേകിച്ച് കളകളൊന്നും വളരാറില്ല, അതില് മുത്തങ്ങ മാത്രമേ വളരുള്ളൂ. ആ മുത്തങ്ങ ഞങ്ങൾ പറിച്ച് ഏറ്റവും കൂടുതൽ മുത്തങ്ങ ആരാ പറിക്കുന്നതെന്ന് നോക്കും. അപ്പൊ വേഗം പറിച്ചത് കംപ്ലീറ്റ് മണൽത്തരികളിലുള്ള മുത്തങ്ങയെ ഉണ്ടാവില്ല, മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കൈയെല്ലാം കഴുകിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കും. വെള്ളം കോരി കുടിക്കുമ്പോൾ നല്ല മധുര ആ വെള്ളത്തിന്. ഞങ്ങൾക്ക് അന്ന് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. വെള്ളത്തിന് മധുരം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ആ വെള്ളം എല്ലാം വയറ് നിറച്ച് ഞങ്ങൾ വെള്ളം കുടിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം വർത്തമാനം പറയും. വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ അവിടുന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിട്ട് അമ്മയുടെ വീട്ടിൽ കയറി വാതിലടച്ച് ഇത് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മയെ വിശുദ്ധിയാക്കാനുള്ള പ്രാർത്ഥന ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധാരണ വാതിൽ പൂട്ടി തിരിച്ചു വരികയാണ് പതിവ്. പക്ഷെ ഒരു ദിവസം അതുപോലെ പ്രാർത്ഥിക്കാൻ പോയി, എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം, പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞങ്ങൾ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് കൊച്ചു പിള്ളേരല്ലേ, ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ പറഞ്ഞു നമുക്കൊന്നും കൂടെ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്മയോട് പറഞ്ഞു, വാതിൽ തുറക്കണേ, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ വാതിൽ പോയി തുറന്നപ്പോൾ തന്നെ തുറന്നു പോന്നു. അപ്പൊ ഞങ്ങൾക്കതൊരു ചെറിയൊരു അനുഭവമാണ്. കാരണം അത് അമ്മയുടെ ഒരു അഭിഷേകവും അമ്മയുടെ ഒരു കൃപയും ആ വീട്ടിൽ അമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ അന്നു മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് തുറന്നു പോയി, ഞങ്ങൾ അവിടെ പോയി അതാരോടും പറയുകയൊന്നും ചെയ്തില്ല.
അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ആ ചാവിയെല്ലാം എടുത്ത സ്ഥലത്ത് തിരിച്ചു വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ബാലൻസ് ടൈം ടേബിൾ ചെയ്ത് അന്ന് അങ്ങനെ കഴിയും. പക്ഷെ അന്ന് എല്ലാ ദിവസവും രാത്രികളിലും കൊന്ത ചെല്ലുമ്പോൾ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് 5 രഹസ്യങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച അവിടെ ഞങ്ങളുടെ സദനത്തിന്റെ ഉള്ളില് ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോയുടെ നല്ല മണൽത്തരികൾ നിറഞ്ഞു കിടക്കുന്ന അതിൽ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, അന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ഞങ്ങൾ ആ സദനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പിന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥന ഞങ്ങളന്ന് ചെല്ലുമായിരുന്നു. ഇതെന്റെ ഹസ്ബൻഡ് മാത്യു ജോസഫ്. പുള്ളി കുറെ കാലം കുവൈറ്റിലും ഒമാനിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമുക്ക് മദർ മറിയം ത്രേസ്യയുടെ കബറെടുത്തെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഈ ജൂൺ 8 പോകാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അന്ന് വിശുദ്ധയാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മ വിശുദ്ധയായി, കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ ഓരോ ദിവസത്തിലും അനുദിന ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും ഞാൻ ആ വിശുദ്ധയെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടം ഞാൻ വളർന്നതും ഞാൻ പഠിച്ചതും ഞാനൊരു സിസ്റ്റേഴ്സിന്റെ ഹോസ്റ്റലിൽ പഠിച്ച് വളർന്നത് കൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങളും എല്ലാം, അതായത് അമ്മയെക്കുറിച്ചുള്ള ചെറുപ്പകാലങ്ങളിലുള്ള എനിക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന്. അത് കാരണം സിസ്റ്റർമാരുടെ ഹോസ്റ്റലിൽ വളർന്ന ആരും പിന്നീട് അവരുടെ ജീവിതത്തിലും അതിൻ്റെതായ ഒരു വ്യക്തിത്വം അവർക്ക് കിട്ടിയിരിക്കും. അത് ഏത് ജാതി മതസ്ഥരാണെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ എന്നും സിസ്റ്റർമാരുടെ സ്കൂളിന്റെ ആ ഒരു മഹത്വവും ദൈവത്തോടുള്ള ഒരു തീഷ്ണതയും ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ മദർ മറിയം ത്രേസ്യ. കുടുംബങ്ങളുടെ നോവറിയുന്ന അമ്മയാണ്. കുടുംബങ്ങളെ കുറിച്ചുള്ള പ്രത്യേക കാഴ്ചപ്പാടും അവരുടെ വേദനകളിൽ പങ്കുചേരുന്ന ഒരു അമ്മയാണ്. അന്നത്തെ കാലത്ത് അമ്മ കൈകളിൽ ജപമാലയുമായി ഓരോ കുടുംബങ്ങളിലേക്കും കയറി ചെല്ലുമായിരുന്നു. അമ്മ ഒന്ന് വരുന്നത് നോക്കി കാത്തിരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.